വിപ്ലവകാരി കിണറ്റിൽ വീണ് മരിച്ചാലും അതിന് രക്തസാക്ഷിയെന്നാണ് പറയുക എന്നുപോലെ തന്നെയാണ് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ കാര്യവും. അവർ പ്രേമനൈരാശ്യം വന്നും തൂങ്ങി മരിച്ചാലും അബദ്ധത്തിൽ ബോംബ് പൊട്ടി മരിച്ചാലും രക്തസാക്ഷികളാണ്. അങ്ങനെ നിരവധി പേരെ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രായേലിൻ്റെയും മേലെ ഇട്ടിട്ടുണ്ട്. അതിൽ അവസാനത്തെ കണ്ണിയാണ് ഇന്നലെ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി എന്നാണ് ജെറുസലേം പോസ്റ്റ് അടക്കമുള്ള ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത്. കിഴക്കൻ ലെബനിലെ ബെക്കാവാലി മേഖലയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. മഷ്കരയിലെ വസതിയിലായിരുന്ന നേതാവിന് നേരെ അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ശരീരത്തിൽ 6 തവണ വെടിയേറ്റ ഹമാദിയെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ലെബനീസ് അധികൃതർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലും ഹമാസും തമ്മിൽ ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പുതിയ സംഭവം. ഇതോടെ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചെന്നും വാർത്തകൾ വന്നു. പക്ഷേ പിന്നീടാണ് സംഗതിയുടെ കിടപ്പ് പിടികിട്ടിയത്. കൊലപാതക രാഷ്ട്രീയം സ്വഭാവമുള്ളതല്ലെന്നും പകരം 4 വർഷമായി തുടരുന്ന കുടുംബ വഴക്കാണ് പ്രശ്നത്തിന് പിന്നിലെന്നും ലെബനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങൾ നിർണ്ണയിക്കാൻ സുരക്ഷാ സേന അന്വേഷണം ആരംഭിച്ചതായി അൽമനാർ TV പറയുന്നു. കുടുംബ വഴക്കിനെ തുടർന്നുള്ള കൊട്ടേഷൻ കൊലയാണ് ഇതെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങളും പറയുന്നത്. ഇത്തരത്തിൽ ഹിയറിംഗ് നടത്തുക ഇസ്രയേലിന്റെ രീതിയല്ലെന്നും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ചുരുട്ടിക്കെട്ടിയ സാഹചര്യത്തിൽ വെടിനിർത്തൽ ലംഘിക്കാൻ ഇസ്രയേലിന് താൽപ്പര്യമില്ലെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. FBI തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരനാണ് ഷെയ്ഖ് മുഹമ്മദ് അലി ഹമാദി എന്നാണ് ദ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. 85-ൽ പടിഞ്ഞാറൻ ജർമ്മനിയുടെ വിമാനം റാഞ്ചിയതിനെ തുടർന്ന് FBI-യുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇയാൾ ഉൾപ്പെട്ടു. സംഭവത്തിൽ ഒരു അമേരിക്കക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. ഇയാൾ മരിച്ചെന്നും പലതവണ വാർത്തകൾ വന്നതാണ്. പാകിസ്ഥാൻ ഇന്റലിജൻസ് പ്രകാരം ഹമാദി പാകിസ്ഥാനിൽ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. എന്നാൽ അത് വ്യാജമാണെന്ന് വൈകാതെ സ്ഥിരീകരിക്കപ്പെട്ടു. ബന്ദികളാക്കൽ, കൊലപാതകത്തിൽ കലാശിച്ച എയർ പൈറസി, വിമാനത്തിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കൽ തുടങ്ങി 10ഓളം കുറ്റകൃത്യങ്ങൾക്ക് ഹമാദിയെ അന്വേഷിക്കുന്നുണ്ട്. ഫലത്തിൽ ഇയാളുടെ കൊല അമേരിക്കയ്ക്കും ഇസ്രായേലിനും പ്രതീക്ഷിക്കാതെ കിട്ടിയ ബോണസാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെടിനിർത്തൽ ലംഘിച്ച അന്താരാഷ്ട്ര സമ്മർദ്ദം ഏറ്റുവാങ്ങാൻ ഇസ്രായേൽ തയ്യാറല്ല. കരാർ പ്രകാരം ജനുവരി 26 മുതൽ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും. ഇതോടെ ഇസ്രായേലി അതിർത്തിയായ ലിറ്റാനി നദിക്ക് വടക്കുനിന്നും ഹിസ്ബുള്ളയും പിൻവാങ്ങുകയും ചെയ്യും. ഇരുപക്ഷവും തമ്മിലുള്ള സംഘർഷത്തിൽ 1.2 ലക്ഷത്തിലധികം ലെബനീസ് ജനങ്ങളെയും 50,000-ഓളം ഇസ്രായേലികളെയും മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഷെല്ലാക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവഹാനിയുണ്ടായിരുന്നു.